എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു ചെറിയ ഗാർഡനാണ് ഇവിടെ. അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉള്ളൂ. കുറച്ച് മുളക്, തക്കാളി, പയർ, ചുമ്മാ ഒരു മത്ത വലുതായി വരുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഞങ്ങളുടെ തക്കാളി മുഴുവനും തന്നെ ഇത് കരിഞ്ഞു പോവുകയാണത്. അപ്പോൾ ഞാനിത് മുഴുവൻ എനിക്ക് പറിച്ചു വെക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒരു 5-6 ചോട് നമ്മുടെ കരിഞ്ഞു പോയി. ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും കിട്ടുന്നത് നമുക്ക് ബാക്കി പച്ചത്തക്കാളി കൊണ്ട് വല്ലതൊക്കെ ഉണ്ടാക്കി എടുക്കാം. അത് കാരണം ഞാൻ നമ്മുടെ മിച്ചമുള്ള തക്കാളി മുഴുവൻ ഞാൻ പറിച്ചെടുക്കാനായിട്ട് പോകണേ. മുഴുവനും ഇങ്ങനെ കേട് വന്നിരിക്കുവാണേ. നമ്മൾ നിർത്തിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ബാക്കി മുഴുവനും കൂടെ ഞാൻ പറിച്ചെടുക്കട്ടെ. പിന്നെ നമുക്കൊരു വാഴയുണ്ട്. ഒന്നല്ല കേട്ടോ, ഒരു 3-4 ചോട് ഒന്നിച്ചാണ് നിൽക്കുന്നത്. കായ്ക്കത്തൊന്നുമില്ല. പക്ഷേ ഇത് നന്നായിട്ട് തഴച്ച് വളർന്ന് ഇഷ്ടംപോലെ ഇലയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു ഇല പോലും വെട്ടിയിട്ടില്ല അതിൽ നിന്ന്. ഇതിങ്ങനെ നിർത്തിയിരുന്നു. അപ്പോൾ കാറ്റത്തത് ഇപ്പോൾ ചെന്നം പിന്നം പോയി കഴിഞ്ഞു. ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് നമ്മുടെ വാഴ കംപ്ലീറ്റ് അത് കരിഞ്ഞുണങ്ങിപ്പോകും. എന്നിട്ട് ഇനി അടുത്ത വർഷം വേനലിൻ്റെ സമയമാകുമ്പോൾ ഇതുപോലെ തന്നെ തഴച്ച് വളരുകയും ചെയ്യും. അപ്പോൾ ഇതുണ്ട് നമ്മുടെ തക്കാളിച്ചോട് കംപ്ലീറ്റ്. നിങ്ങൾക്ക് ഇതിനകത്ത് വ്യക്തമാണെന്ന് എനിക്കറിഞ്ഞൂടാ. കംപ്ലീറ്റ് അത് കേടായിപ്പോയി. പിന്നെ കുറച്ച് മുളകും ഇച്ചിരി പുതിനയും റോസ്മേരിയും ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് കണ്ടോ, ഒരു മുട്ടക്കാട്ടൻ ചീര. ഒരു 7-7.5 അടി പൊക്കമുണ്ട് ഈ ചീരയ്ക്ക്. ഇതിൻ്റെ അരി നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇല പോലും ഇതിൽ നിന്ന് എടുത്തിട്ടില്ല. ഇപ്പോഴാണേലും നല്ല ഫ്രഷ് ഇലയാണ്, നല്ല ഇല. ഒരു കേടോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. നമുക്ക് വേണേൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇല നിൽക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് നല്ല വിത്ത് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് തൊടാതിരിക്കുക കേട്ടോ. ഒരു 7.5 അടി പൊക്കമുണ്ട് ഇതിന്. ഇതുപോലെ തന്നെ പച്ചച്ചീര ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മൾ പറിച്ച് തോരൻ വെച്ചു. പക്ഷേ ചുമന്ന ചീര അതാണല്ലോ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. അത് പറിക്കാതെ തന്നെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കുറേ പൊട്ടറ്റോ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ വിളവെടുത്ത് കഴിപ്പ് കഴിഞ്ഞു. പിന്നെ ഒരു മത്തൻ. അതൊന്നും നമുക്ക് കായൊന്നും കിട്ടത്തില്ല. ഓൾറെഡി ഇവിടെ തണുപ്പ് ആരംഭിച്ച് കഴിഞ്ഞുകൊണ്ട് കായൊന്നും കിട്ടില്ല നമുക്ക്. പിന്നെ അതിൻ്റെ ഇലയൊക്കെ പറിച്ച് തോരൻ വയ്ക്കാമെന്ന് മാത്രം. തക്കാളി നിൽക്കുന്നു. 2-3 പൂച്ചെടികൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ച് പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, ഒത്തിരി ഒന്നും വെച്ചിട്ടില്ല. ഇപ്രാവശ്യം നമ്മളുടെ പച്ചക്കറി ഇടുന്ന സമയമായപ്പോൾ നമുക്കിവിടെ എല്ലാവർക്കും കൊറോണ പിടിച്ചു. അത് കാരണം ഞങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ കൊറോണയ്ക്കൊക്കെ ശേഷം എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് കിട്ടിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാക്ക് ഗാർഡൻ. ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഹോപ്പ്ഫുള്ളി അടുത്ത വർഷം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ഈ പറിച്ചിരിക്കുന്ന പച്ചത്തക്കാളിയും കൊണ്ട് ഞാനിപ്പോൾ തോരൻ വെച്ച് കാണിക്കാം കേട്ടോ. അത് അടിപൊളി തോരനാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നേരെ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇത് കണ്ടോ, നമുക്ക് ഒരു കൊട്ട നിറയെ പച്ചത്തക്കാളി പറിച്ചു. കുറച്ചൊക്കെ പഴുത്തത് കിട്ടി. ചെറിയ ടൊമാറ്റോസ് നമ്മൾ തോരൻ വയ്ക്കാനായിട്ട് ഞാൻ പോവാണ്. ബാക്കി വലുതൊക്കെ ഇരിക്കട്ടെ, ചിലപ്പോൾ പഴുത്ത് കിട്ടിയെന്നിരിക്കും. വെയിലൊന്നുമില്ല. ഇതിപ്പോൾ ചെറിയ ചാറ്റമഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഇത് കളയാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വയ്ക്കാം. ഇതൊരു സ്ലൈസറാണേ. ഇതിന് എനിക്ക് തോന്നുന്നു ഇവിടെ 2 പൗണ്ടിനാണ് ഞാനിത് മേടിച്ചെന്ന് തോന്നുന്നു. 1-1.5 വർഷത്തോളമായി ഞാനിത് മേടിച്ചിട്ട്. ഇങ്ങനെ ഒരു സ്ലൈസർ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെ എളുപ്പമായി. നമ്മുടെ പണി, അതായത് അടുക്കളയിൽ അരിയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സാധനമാണിത്. സ്ലൈസറാണ്. കത്തിക്ക് പകരം നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഇതിൻ്റെ കൂടുതൽ വേറൊരു സാധനം കൂടെ ഉണ്ട്. നമ്മളിങ്ങനെ ഉരച്ചെടുക്കാനായിട്ട്, കൈ പോകാതെ ഉരച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാനിവിടെ തോരൻ വയ്ക്കാനായിട്ട് നമ്മുടെ ആ ചെറിയ ടൊമാറ്റോസ് എല്ലാം കൂടെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നേക്കുവാണേ. അപ്പോൾ ചെറുത് നമ്മളെടുത്ത് ഇങ്ങനെ ഉരയ്ക്കുക. അപ്പോൾ ഈ അവസാനം വരുമ്പോൾ നമുക്ക് കൈ മുറിച്ച് കളയില്ല കേട്ടോ, ഭയങ്കര ഷാർപ്പ് ബ്ലേഡാണത്.
അതുകൊണ്ട് കെയർഫുള്ളായിട്ട് മുറിക്കണം അവസാന ഭാഗം വരുമ്പോൾ. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് നമുക്ക് ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. തീയലിനൊക്കെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ അരിഞ്ഞുകൊണ്ടാൽ മതി. പിന്നെ തോരൻ വെക്കുമ്പോൾ ഉണ്ടല്ലോ, തീരെ പിഞ്ച് തക്കാളി ആണെങ്കിൽ അതിൻ്റെ അരിയും കൂടെ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അരി കളയാനായിട്ട് ശ്രമിക്കുക. പച്ചത്തക്കാളി തോരൻ വെക്കാൻ എപ്പോഴും നല്ലത് അരി ഇല്ലാതെ എടുക്കുന്നത് തന്നെയാണ്. ഇനി തോരൻ വയ്ക്കാനാണ് വേണമെങ്കിൽ ഈ വലുപ്പത്തിൽ തോരൻ വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഇങ്ങനെ തന്നെ തോരൻ വയ്ക്കാം. ഇത് കണ്ട് ഈ പാത്രത്തിലോട്ട് നമ്മൾ അരിയുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇത് നല്ല അത്യാവശ്യം പുളിയുള്ള വെള്ളമാണ്. ഇനി ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം എന്നിട്ട് ഇതിൽ ഇങ്ങനെ അരിഞ്ഞ് കൂട്ടിയാണ് ഇത് വീഴുന്നത്. അതിനെ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അരിഞ്ഞു വിട്ടാൽ മാത്രം മതി. നടുവേം കൂടെ ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ തോരൻ വയ്ക്കാൻ പാകത്തിന് വളരെ എളുപ്പം പണി കഴിയും. പിഞ്ചായിരിക്കുന്ന സമയത്ത് ഒരുപാട് വലുപ്പത്തിൻ്റെ ഒന്നും നോക്കണ്ട, കാരണം തീരെ കനം കുറഞ്ഞാണ് ഇത് അരിഞ്ഞ് വീഴുന്നത്. അപ്പോൾ ഈ സ്ലൈസർ എല്ലാവരും ഒന്ന് മേടിക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു നാട്ടിൽ കിട്ടാതിരിക്കാൻ വഴിയൊന്നുമില്ല. നാട്ടിൽ ഞാൻ സാധാരണ ഇത് കണ്ടിരിക്കുന്നത് നമ്മളുടെ ചിപ്സ് വറക്കുന്ന ആൾക്കാരുടെ ഇങ്ങനത്തെ സ്ലൈസറുണ്ട്. അതുകൊണ്ട് ചിപ്സ് ഒരേ കനത്തിലെല്ലാം കൂടെ വീണോളും. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഈ ടൊമാറ്റോ മുഴുവൻ ഇവിടെ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ടൊമാറ്റോ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് കണ്ട് അതിൻ്റെ സൈഡിൽ കിടക്കുന്ന വെള്ളം, ഇഷ്ടംപോലെ വെള്ളം, അതിങ്ങനെ നമ്മളിങ്ങനെ ചെരിച്ച് വെച്ചാൽ മാത്രമേ ഈ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുള്ളൂ. പക്ഷേ ഈ ടൊമാറ്റോയുടെ കുറേ ടൊമാറ്റോ ഇച്ചിരി മൂത്തതായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒത്തിരി അരിയുണ്ട്. ചെറിയ ടൊമാറ്റോ ആയിരുന്നെങ്കിലും നന്നായിട്ട് മൂത്തായിരുന്നു. ഒരുപാട് അരിയുണ്ട്. അപ്പോൾ ഈ അരി എല്ലാം കൂടി ഇട്ട് നമ്മൾ തോരൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് കുഴയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് മുഴുവൻ നമുക്കൊന്ന് കഴുകിയെടുക്കണം. അത് കാരണം സാധാരണഗതിയിൽ നമ്മൾ സാധാരണ പിഞ്ച് ടൊമാറ്റോ, പച്ച ടൊമാറ്റോ നമ്മൾ അരിഞ്ഞ് തോരൻ വയ്ക്കാനാണെങ്കിൽ ഇങ്ങനെ ചെരിച്ച് വെച്ചാൽ മതി. അപ്പോൾ ആ വെള്ളം ഊർന്നു കഴിയുമ്പോൾ പിന്നെ നന്നായിട്ട് നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് കുരു ഉള്ളത് കാരണം എനിക്കത് പറ്റില്ല. ഞാനത് വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കാണാം. ഇത് കണ്ട ഞാനിവിടെ ടൊമാറ്റോയിൽ നിറച്ച് വെള്ളം ഒഴിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമുക. കാരണം ഈ അരി മുഴുവൻ താഴേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൈകൊണ്ട് നമ്മൾ തിരുമുന്നത്. തിരുമിയതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇത് പൊരിയിടും. ഇതുണ്ടോ, ഇത്രയും തക്കാളിയുടെ അരി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതും കൂടെ നമ്മൾ അതിനകത്ത് ഇട്ടിരുന്നെങ്കിൽ അത് കുഴഞ്ഞു പോയേനെ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ തക്കാളിക്ക് അരിഞ്ഞു. അതിൻ്റെ അരി മുക്കാലും നമ്മൾ കളഞ്ഞു, കുറച്ചൊക്കെ ഇരിപ്പുണ്ടാകും, അത് കുഴപ്പമില്ല. വെള്ളത്തിൽ കഴുകിയെടുത്തു. അരിപ്പ പാത്രത്തിൽ വെച്ച് അതിൻ്റെ വെള്ളം വാർന്നു പോയി. പിന്നെ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വലിയ സവോള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ ചെറുതായിട്ടൊന്നുമല്ല, ഒരു ഇത്ര നീളമുള്ള കഷ്ണങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ്. ഒരു 3 പച്ചമുളകും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിച്ചാണ് ഈ തോരൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അരിഞ്ഞ തക്കാളിയും ഉള്ളിയും മുളകും കൂടെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് യോജിക്കുന്ന തരത്തിലുള്ള തേങ്ങാപ്പൊടി ഇടുക. അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് ആവശ്യത്തിന് ഇടാം. ഇപ്പോൾ ഞാൻ ഇത്രയും ഇട്ടു. കുറച്ച് ഉപ്പ് ചേർക്കാം. മഞ്ഞൾ വേണമെങ്കിൽ ഒരു പൊടിക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾ ഇതിലേക്ക് ചേർക്കാം. ഇതിലേലും വെളുത്തിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് തിരുമുക. അപ്പോൾ നമ്മുടെ ഈ തക്കാളിയിലുള്ള വെള്ളത്തിൻ്റെ നനവ് കൊണ്ട് നമ്മുടെ ഈ തേങ്ങാപ്പൊടി നനയണം. കാരണം ഇത് നല്ല ഉണക്കപ്പൊടിയാണ്. ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം ഇത് ഉണക്കപ്പൊടിയാണ്. ആ ഉണക്കപ്പൊടി അതേപടി നമ്മുടെ തോരനിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതേസമയം നിങ്ങൾ ഇങ്ങനെ വെച്ച് അത് കുതിർത്ത് തേങ്ങ നല്ലതായിട്ട് നനഞ്ഞ് കുതിർന്നിരിക്കുമ്പോൾ നല്ല ടേസ്റ്റോടെ തന്നെ നമുക്ക് തോരൻ കിട്ടും. ഇങ്ങനെ തിരുമ്മി ഒരു 10 മിനിറ്റ് നേരം വെച്ചേക്കുക. ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം വയ്ക്കുക. ഇത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നമ്മുടെ ഉണങ്ങിയ തേങ്ങാപ്പൊടി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ വയ്ക്കുന്നത്. ഫ്രഷ് തേങ്ങ ഉപയോഗിക്കുന്നവർക്ക് സ്ട്രെയിറ്റ് ഇപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ, 10 മിനിറ്റിന് ശേഷം നമുക്ക് തോരൻ ഉണ്ടാക്കാം. തോരൻ വയ്ക്കാനുള്ള പാൻ ഞാൻ അടുപ്പിലേക്ക് വെച്ചു. തീ കത്തിക്കാം. ഈ തോരൻ വയ്ക്കുമ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ നിങ്ങൾ ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ തോരൻ കുഴഞ്ഞു പോകും. നമുക്കൊരു അല്പം എണ്ണ ഒഴിക്കാം, മതി. അതായത് ഒരു 1/2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചാൽ മതി. 1 ടേബിൾ സ്പൂൺ ഇല്ല, അത് ലേശം മാത്രമേ ഉള്ളൂ. അല്പം കടുകിട്ട് പൊട്ടിക്കാം. 2 വറ്റൽമുളക് ചെറുതായിട്ട് ഞുറുക്കി അതിലേക്ക് ഇടാം. എണ്ണയില്ലാത്തതുകൊണ്ട് നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യണേ. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തോരനുള്ള കൂട്ട് ഇടാം.
തക്കാളി തോരൻ ഒരിക്കലും മൂടി വെച്ച് വേവിക്കരുത്, നമ്മൾ നിരത്തി തന്നെ ഇടുക. അതുപോലെ വാവട്ടമുള്ള പാൻ എടുത്ത് വേണം നിങ്ങൾ ചെയ്യാൻ. ചീനച്ചട്ടി പോലെയുള്ളതാണെങ്കിൽ പോലും നിരത്തിയിട്ട് വെച്ച് വേണം നിങ്ങൾ വേവിച്ചെടുക്കാൻ. അത് നന്നായിട്ടൊന്ന് ആവി കയറുമ്പോഴേക്ക് റെഡിയാകുന്ന തോരനാണ് തക്കാളി തോരൻ. ഏത് തോരനായാലും കുഴപ്പമില്ല, തോരൻ വയ്ക്കുമ്പോൾ അത് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു പിടി തേങ്ങ ഇടുക, നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ആ കുഴഞ്ഞിരിക്കുന്നത് മാറി നല്ല ഉണങ്ങിയ രീതിയിൽ കിട്ടും. ഏതാണ്ട് എനിക്ക് ഒന്ന് 2-3 മിനിറ്റേ ആയിട്ടുള്ളൂ. ഫുൾ തീയിൽ തന്നെ ഇട്ട് ഞാനിത് ഇളക്കിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി. നിങ്ങൾ ഈ തോരൻ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ പാനെടുത്ത് അതിലേക്കിട്ട് നിരത്തിയിട്ട് ഇളക്കി വേവിച്ചെടുക്കുക. വേവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രഞ്ചിനെസ് നിങ്ങൾ ഒട്ടും കളയാൻ പാടില്ല. ലൈറ്റായിട്ടൊരു സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ട്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടാണ് ഈ തോരൻ കിട്ടിയിരിക്കുന്നത്. ഞാൻ തീ ഓഫ് ചെയ്യുന്നു. നിങ്ങൾ കണ്ടല്ലോ, ഒരു തുള്ളി പോലും കുഴഞ്ഞു പോയിട്ടില്ല. ഇത് ഇങ്ങനെ കുഴയ്ക്കാതെ മൂടി വെച്ചാൽ തീർച്ചയായിട്ടും അത് വെന്ത് കുഴഞ്ഞു പോകും, ടേസ്റ്റ് പാടെ മാറിപ്പോകും. അതുപോലെ തന്നെ തക്കാളി തോരൻ വയ്ക്കുമ്പോൾ ഒരല്പം തേങ്ങ കൂടുതൽ ചേർക്കാൻ ശ്രമിക്കണം. എണ്ണ ഏറ്റവും കുറച്ചും ചേർക്കുക. ഇത് 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴയാതെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കഴുകി എടുത്തേച്ച് നന്നായിട്ട് വെള്ളം വാർന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. അരി ഒത്തിരി ഉള്ളതാണെന്നുണ്ടെങ്കിൽ അരിനെ വെള്ളത്തിലിട്ട് കഴുകി എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ വീണ്ടും കുഴഞ്ഞു പോകും. ഇങ്ങനെ 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല സൂപ്പർ ഡ്യൂപ്പർ തക്കാളി തോരൻ നമുക്ക് കിട്ടും. അപ്പോൾ വിതിൻ 5 മിനിറ്റ്സിൽ അരിഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ്സിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പച്ചത്തക്കാളി നിങ്ങൾ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ നിങ്ങൾ അമർത്തുക. അതിൽ ഓൾ എന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീക്കിലി അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൻ. നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് കോരി വയ്ക്കാം.